നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ദേശീയ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിട്ടിരുന്നു. മേൽക്കൈ ബിജെപിക്ക് തന്നെയാണ് പറയുന്നത്. ദേശീയ തലത്തിൽ ബിജെപി തരംഗം പ്രവചിച്ച് റിപ്പബ്ലിക് ടിവി PMark എക്സിറ്റ് പോൾ സർവേ ബിജെപി നേതൃത്വത്തിലുള്ള NDA 359 സീറ്റുകൾ നേടുമെന്നും എക്സിറ്റ് പോൾ ഫലം പറയുന്നു. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി 159 സീറ്റുകൾ മാത്രം നേടി ചുരുങ്ങുമെന്നാണ് സർവേയിൽ പറയുന്നത്. മറ്റുള്ള പാർട്ടികൾക്കാകട്ടെ 30 സീറ്റുകൾ കിട്ടുമെന്നും സർവേ പറയുന്നുണ്ട്. അതേപോലെ തന്നെ NDTVയുടെ സർവേ ഫലം പറയുന്നത് ഇത്തവണയും ബിജെപി തരംഗം തന്നെയാണ് പ്രവചിക്കുന്നതെന്നാണ്. NDA 365 സീറ്റുകൾ നേടും. അതേസമയം ഇന്ത്യ സഖ്യമാകട്ടെ 142 സീറ്റുകൾ നേടുമെന്നും മറ്റുള്ളവർക്ക് 36 സീറ്റുകൾ നേടാനാകുമെന്നുമാണ് സർവേ ഫലം പറയുന്നത്. വീണ്ടും മോദി സർക്കാർ അധികാരത്തിൽ വരുമെന്ന സൂചനകൾ നൽകി ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ സർവേ NDAക്ക് 350 സീറ്റുകൾ നേടാനാകുമെന്നും കർണാടകയിൽ ബിജെപി തരംഗം ഉണ്ടാകുമെന്നും ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ സർവേ പറയുന്നു. ഇന്ത്യ ന്യൂസ് ദി ഡൈനാമിക്സ് എക്സിറ്റ് പോളിലും ബിജെപി തരംഗം തന്നെയാണ് പ്രവചിക്കുന്നത്. അവിടെ 371 സീറ്റുകൾ NDAക്ക് നേടാനാകുമെന്നും 127 സീറ്റുകൾ ഇന്ത്യ മുന്നണി നേടുമെന്നുമാണ് ഈ സർവേ ഫലം പറയുന്നത്. ബിജെപി നേതൃത്വത്തിലുള്ള NDA 362 മുതൽ 392 സീറ്റുകൾ വരെ നേടുമെന്നും ജാൻ കി ബാത് സർവേ ഫലം പറയുന്നു. ഇന്ത്യ മുന്നണി 141 മുതൽ 161 സീറ്റുകൾ വരെ നേടുമെന്നും സർവേ ഫലം പറയുന്നുണ്ട്. റിപ്പബ്ലിക് ടിവി മാർക്കറ്റ് സർവേ ബിജെപി നേതൃത്വത്തിലുള്ള NDA 353 മുതൽ 368 സീറ്റുകൾ വരെ നേടാനാകുമെന്ന് പറയുന്നു. ഇന്ത്യ സഖ്യത്തിനാകട്ടെ 118 മുതൽ 133 വരെ നേടാനാകുമെന്നും സർവേ പറയുന്നുണ്ട്. യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശിൽ ബിജെപി തരംഗമാണ് റിപ്പബ്ലിക് ടിവി PMark സർവേ പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായി UP പിടിച്ചാൽ ഇന്ത്യ ജയിച്ചു എന്നൊരു ചൊല്ലുണ്ട്. ആകെ 80 ലോക്സഭാ സീറ്റുകളാണ് UPയിലുള്ളത്. ബിജെപി നേതൃത്വത്തിലുള്ള NDA 69 സീറ്റുകൾ നേടുമെന്നും സർവേ പറയുന്നുണ്ട്. ഇന്ത്യ സഖ്യത്തിനാകട്ടെ 11 സീറ്റുകൾ നേടാനാകുമെന്നും പറയുന്നു. ഇവിടെ അഖിലേഷ് യാദവ് കോൺഗ്രസ് സഖ്യമാണ് NDA നേരിടുന്നത്. മമത ബംഗാൾ പിടിക്കില്ല എന്നാണ് മറ്റൊരു സർവേ ഫലം പറയുന്നത്. ഇക്കുറി മമതാ ബാനർജിയുടെ ബംഗാൾ കോട്ട ബിജെപി പൊളിക്കുമെന്ന് പ്രവചിച്ച് ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ സർവേ ബിജെപി ഇവിടെ 26 മുതൽ 31 സീറ്റുകളിൽ വരെ വിജയിച്ചേക്കുമെന്നാണ് സർവേ ഫലം പറയുന്നത്. മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന് 11 മുതൽ 14 സീറ്റ് വരെ മാത്രമേ ലഭിക്കൂ എന്നും ഈ സർവേ ഫലം പറയുന്നുണ്ട്. ആകെ 42 സീറ്റുകളാണ് ബംഗാളിൽ ഉള്ളത്. കോൺഗ്രസ് CPM സഖ്യമായ ഇന്ത്യ മുന്നണിക്ക് ഒരൊറ്റ സീറ്റ് പോലും ലഭിക്കില്ല എന്നും ഫലം പറയുന്നു. തൃണമൂൽ ഗുണ്ടയുടെ നേതൃത്വത്തിൽ നിരവധി സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത സന്ദേശ് ഖാലി ഉൾപ്പെടെയുള്ള പ്രാദേശിക വിഷയങ്ങളും കേന്ദ്രത്തിൽ മോദി നേതൃത്വത്തിലുള്ള BJP ഭരണമെന്ന ആശയത്തിനും വോട്ടർമാർക്കിടയിൽ പിന്തുണ കിട്ടിയെന്നാണ് കരുതപ്പെടുന്നത്. തെലങ്കാനയിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 17 സീറ്റുകളിൽ BJP 11 മുതൽ 12 സീറ്റുകൾ വരെ വിജയിച്ചേക്കുമെന്നാണ് ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ സർവേ പറയുന്നത്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റ KC ചന്ദ്രശേഖര റാവുവിന്റെ ഭാരത രാഷ്ട്ര സമിതി BRS ഇക്കുറി നിലം തൊടാൻ സാധ്യതയില്ല എന്നും സർവേ പറയുന്നുണ്ട്. 2019 BJPക്ക് 4 ലോക്സഭാ സീറ്റുകൾ മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞത്. BRS 9 സീറ്റുകൾ വരെ നേടിയിരുന്നു. KCRന്റെ ഈ മേൽക്കൈയാണ് ഇക്കുറി നഷ്ടപ്പെടാൻ പോകുന്നത്. പരമാവധി KCRന് 1 സീറ്റാണ് ലഭിക്കുക. കോൺഗ്രസിന് 4 മുതൽ 6 സീറ്റുകൾ വരെ കിട്ടും. BJP ഇവിടെ 43% വോട്ടുകൾ നേടുമെന്നും കരുതപ്പെടുന്നുണ്ട്. അസറുദ്ദീൻ ഒബൈസിയുടെ പാർട്ടിയായ AIMIMന് പരമാവധി ലഭിക്കുക 1 സീറ്റാണ് എന്നും സർവേ പറയുന്നുണ്ട്. 2019 1 സീറ്റിലാണ് AIMAM വിജയിച്ചത്. ഹൈദരാബാദിൽ അസറുദ്ദീൻ ഒവൈസി ആയിരുന്നു ആ സീറ്റിൽ വിജയിച്ചത്. കർണാടകയിലാകട്ടെ BJP ജനതാദൾ തരംഗം പ്രവചിച്ച് ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ സർവേ ടൈംസ് നൗവും അതേപോലെ TV18 സർവേകളും സമാന തരത്തിലുള്ള ഫലങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ആകെയുള്ള 28 സീറ്റുകളിൽ 23 മുതൽ 26 സീറ്റുകൾ വരെ BJP ജനതാദൾ സഖ്യമായ NDA നേടുമെന്നും ടൈംസ് നൗ ETG റിസർച്ച് പ്രവചിക്കുന്നുണ്ട്. മറ്റ് സർവേകൾ BJP ജനതാദൾ സഖ്യമായ NDAക്ക് 20 സീറ്റുകൾ വരെ പ്രവചിക്കുന്നുണ്ട്. കർണാടകയിലാകട്ടെ ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തൂത്തുവാരിയെങ്കിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ
മുസ്ലിം മത ന്യൂനപക്ഷങ്ങളെ കൂട്ടുപിടിച്ചുള്ള DK ശിവകുമാർ സിദ്ധരാമയ്യ സഖ്യം പരാജയപ്പെട്ടെന്നാണ് സർവേ പറയുന്നത്. പകരം BS യെദ്യൂരപ്പയുടെ മകൻ BS വിജയേന്ദ്രയുടെ നേതൃത്വത്തിൽ BJPയുടെ യന്ത്രം കൃത്യമായി അവിടെ പ്രവർത്തിക്കുന്നു എന്ന് വേണം കരുതാൻ. കർണാടക BJP അധ്യക്ഷൻ VY വിജയേന്ദ്ര, അതായത് ഇടത് മുന്നണി മുൻ കർണാടക മുഖ്യമന്ത്രി VY യെദ്യൂരപ്പയുടെ മകനാണ്. BJPയുടെ ജനതാദൾ നേതാവ് DK കുമാരസ്വാമിയും തമ്മിൽ ഉണ്ടാക്കിയ NDA സഖ്യം എന്ന BJP പരീക്ഷണം വിജയമായി എന്ന് തന്നെ വേണം കരുതാൻ. അതേപോലെ BJPയിൽ നിന്നും അകന്ന ലീഗായത്ത് സമുദായത്തെ തിരികെ BJP പാളയത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞതായും വിശ്വസിക്കപ്പെടുന്നുണ്ട്. പക്ഷെ ശരിയായ വിലയിരുത്തൽ നടത്താൻ ജൂൺ 4 വരെ കാത്തിരിക്കേണ്ടി വരും. ജനതാദൾ നേതാവ് ദേവഗൌഡയുടെ ചെറുമകൻ പ്രജ്വൽ രേവണ്ണയുടെ ലൈംഗിക വിവാദം ആളിക്കത്തിച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കുമെന്ന കോൺഗ്രസ് കുതന്ത്രം പാളുകയും ചെയ്തു. അതേസമയം ഹിന്ദു പെൺകുട്ടികൾക്ക് നേരെ നടത്തിയ ലവ് ജിഹാദ് ശ്രമങ്ങൾക്കെതിരെ പെൺകുട്ടികൾ തന്നെ പ്രതികരിച്ചതും അവിടെ പുതുതലമുറ BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നതിന് കാരണമായിട്ടുണ്ട്. രാമേശ്വരം കഫേയിലെ സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച തീവ്രവാദികളെ NIA പിടികൂടിയതും നേട്ടമായിട്ടുണ്ട്. എന്തായാലും കർണാടകയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഘടകവിരുദ്ധമായ തരംഗമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതെന്ന് ഈ സർവേ പറയുന്നു. ആന്ധ്രാപ്രദേശിലേക്ക് വരികയാണെങ്കിൽ ഇക്കുറി ചന്ദ്രബാബു നായിഡു പവൻ കല്യാൺ BJP സഖ്യം തൂത്തുവാരുമെന്ന് തന്നെയാണ് സർവേ ഫലങ്ങൾ പറയുന്നത്. ആകെയുള്ള 25 ലോക്സഭാ സീറ്റുകളിൽ 21 മുതൽ 25 വരെ ചന്ദ്രബാബു നായിഡു പവൻ കല്യാൺ BJP ഉൾപ്പെടുന്ന NDA സഖ്യം നേടുമെന്ന് തന്നെയാണ് AVP-C വോട്ടേഴ്സ് സർവേ പറയുന്നത്. റിപ്പബ്ലിക് TV PMark സർവേയും ഇതിന് സമാനമായ ഫലമാണ് പ്രവചിച്ചിരിക്കുന്നത്. അതേപോലെ ഇന്ത്യ TV CNX പോളും ഇതേ സർവേ ഫലം തന്നെ പ്രവചിക്കുന്നു. ജഗൻമോഹന്റെ YSR കോൺഗ്രസ് 0 മുതൽ 4 സീറ്റുകൾ വരെ നേടിയേക്കാമെന്നും ഈ സർവേ പറയുന്നു. ജഗൻമോഹന്റെ സഹോദരി YS ഷർമിളയെ ഇറക്കി കോൺഗ്രസ് നടത്തിയ ശ്രമങ്ങൾ അപ്പാടെ പരാജയമാകുമെന്നും സർവേ പറയുന്നുണ്ട്. ആന്ധ്രയിൽ ഇക്കുറി ത്രികോണ പോരാട്ടമായിരുന്നു നടന്നിരുന്നത്. ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്കുദേശം പാർട്ടി, പവൻ കല്യാണിന്റെ ജനസേന, BJP എന്നിവർ കൈകോർത്ത് NDA മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ YSRP-YS, ഷർമിളയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇന്ത്യ സഖ്യം എന്നിവർ തമ്മിലായിരുന്നു പോരാട്ടം നടന്നത്. അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ BJP 1 മുതൽ 3 സീറ്റുകൾ വരെ നേടുമെന്നാണ് എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ ഫലത്തിലാണ് ഈ വിലയിരുത്തൽ ഉണ്ടായിരിക്കുന്നത്. BJP തമിഴ്നാട്ടിൽ അക്കൗണ്ട് തുറക്കുമെന്നും സീറ്റുകൾ നേടുമെന്നും അമിത്ഷാ നടത്തിയ പ്രഖ്യാപനത്തോടെ അടുത്തു നിൽക്കുന്ന സർവേ ഫലമാണിത്.